നിന്റെ ജീവിതം തകരുകയില്ല, നിന്റെ ജീവിതം തീർന്നു പോകുകയില്ല. നിനക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവായ യേശു ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സഭാപ്രസംഗി 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ജീവിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ബട്ട് ഫോർ ഹിം ഹു ഈസ് ജോയിൻ ടു ഓൾ ദ ലിവിംഗ് ദർ ഇസ് എ ഹോം. ഒരു മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് പ്രത്യാശ. ഒരുവന്റെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ഈ ലോകത്തിലെ ജീവിതം സ്വയമായി അവസാനിപ്പിക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ കഴിയും. ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ ഈ വാക്യത്തിലൂടെ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിലുള്ള താരതമ്യമാണ് ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്നവന് പ്രത്യാശയുണ്ട്, എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രത്യാശ നഷ്ടപ്പെട്ട അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നാരെങ്കിലും പ്രത്യാശയില്ലാതെ എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു, എനിക്കിനി മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സദൃശ്യവാക്യം 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഷുവർലി ദർ ഇസ് എ ഫ്യൂച്ചർ, യുവർ ഹോപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ വിൽ നോട്ട് ബി കട്ട് ഓഫ്. അതെ, നിന്റെ ജീവിതം തകരുകയില്ല, നിന്റെ ജീവിതം തീർന്നു പോകുകയില്ല. നിനക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ ചേർത്ത് നിർത്തുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.